അങ്ങനെ അവസാനം എലക്ഷൻ്റെ ലാസ്റ്റ് ലാപ്പ് എത്തിയപ്പോൾ കോൺഗ്രസ് വീണ്ടും സ്കോർ ചെയ്തു. ഇതങ്ങനെ ക്രിക്കറ്റ് ആണല്ലോ, വിക്കറ്റ് വീഴും, പിന്നെ ബൗൾ ചെയ്യും, വീഴും, കയറിപ്പോവും, അതാണ് ഇതൊരു ഗോൾ ക്രിക്കറ്റ് കളിയാണ്. എന്തായാലും ഇപ്പോൾ സിക്സർ അടിച്ചിരിക്കുന്നത് KPCC ആണ്. വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു. ഇനി കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ തൽക്കാലം ക്ലോസ്ഡ്. പിന്നെ ഇനി എടുക്കുമോ ഏതെങ്കിലും പാർട്ടി എടുക്കും? സാധ്യതയില്ല. മറ്റു പാർട്ടികളൊക്കെ ഉടനെ എടുക്കാൻ സാധ്യതയില്ല. കാരണം അത്രമാത്രം സ്ത്രീകളെയാണ് അയാൾ പീഡിപ്പിച്ചു എന്നുള്ള കേസ് വന്നിരിക്കുന്നത്. പീഡിപ്പിച്ചു ഇല്ല നമുക്കറിയില്ല, അതിന് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും വളരെ അതുപോലെ ജാമ്യവും കിട്ടിയിട്ടില്ല. ജാമ്യം കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളിനാണെങ്കിൽ ഇപ്പോൾ PC ജോർജിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, രാഹുൽ ഈശ്വറിൻ്റെ ഒത്തിരി ആളുകളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇത് 2 ദിവസം മണിക്കൂറുകളോളം ഈ ജഡ്ജി ഈ ഡോക്യുമെൻ്റ് എല്ലാം നോക്കി എന്നാണ് പറയുന്നത്. അത്രയും ഡോക്യുമെൻ്റ് എല്ലാം നോക്കിയതിന് ശേഷമാണ് ജാമ്യം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. എപ്പോൾ വേണോ അറസ്റ്റ് ചെയ്യാതെല്ലാം പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അദ്ദേഹം കീഴടങ്ങും. ഇനി കീഴടങ്ങിയില്ലെങ്കിൽ പിന്നെ പുള്ളിയുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഈ ഒളിവിൽ തന്നെ നിന്നുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ പിന്നെ തിരുവനന്തപുരം കോടതി, സെഷൻസ് കോടതിയിൽ നിന്ന്, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നൊക്കെ ജാമ്യം കിട്ടാത്തൊരു കേസ് ഹൈക്കോടതിയിലേക്ക് പോയാൽ എളുപ്പമല്ലത്. കാരണം ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് അത്ര എളുപ്പമല്ല ജാമ്യം കിട്ടാൻ. അതുകൊണ്ട് കീഴടങ്ങാനാണ് സാധ്യതയുള്ളത്. എന്തായാലും കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പക്വതയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. കണ്ടുപഠിക്കട CPM എന്നാണ് ഇപ്പോൾ അവരുടെ വാളുകളിൽ വന്നു തുടങ്ങി. മുകേഷിനെ രാജിവെപ്പിക്കണം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കേട്ടിട്ടുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ലൈംഗിക അപവാദം വന്നിട്ടുള്ള എല്ലാവരെയും പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വലിയ രീതിയിലൊരു മാസ് എൻട്രിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പേ വലിയ വിലയാണ് കോൺഗ്രസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ വില അവർ കട്ട് ചെയ്തു. ഞങ്ങൾക്കിനി ഇയാളുമായി യാതൊരു ബന്ധവുമില്ല. ഇനി കോൺഗ്രസ് വാളുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഔട്ട്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് ഷഹനാസ് എന്ന് പറയുന്നൊരു വനിത വന്നിട്ട് ഷാഫി പറമ്പലിനെ കുറിച്ചും, ഷാഫി പറമ്പൽ മോശപ്പെടുത്തിയെന്നല്ല, ഷാഫി പറമ്പൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്തും CPM-നകത്തും BJP-ക്കകത്തും എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ, സൗന്ദര്യമോ ശരീരമോ ഒന്നും ഞാൻ പറയുന്നില്ല, ഇനി സ്ത്രീകളെ ഞാൻ വകതിരിച്ചു ഒന്നും വേണ്ട, സ്ത്രീകളെ ഉള്ളൊരു താല്പര്യം വെച്ചുകൊണ്ട് ഈ നേതാക്കൾ ഈ പല രൂപത്തിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്തവർക്കൊക്കെ ഈ പാർട്ടികളിൽ വന്ന് പ്രവർത്തിക്കാൻ ഒരു പ്രയാസമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ. അത് ഇപ്പോൾ കലാരംഗത്ത് നിൽക്കുന്നവരായാൽ വേടൻ കലാരംഗത്ത് നിന്നുകൊണ്ട് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. മുകേഷ് സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, അല്ലെങ്കിൽ പിന്നെ സിനിമാ രംഗത്ത്, അതുപോലെ ഇത് 1 സ്ത്രീ 2 സ്ത്രീ 5 സ്ത്രീ അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ സ്ത്രീകളോട് ഇഷ്ടത്തോടുകൂടി സൗഹൃദങ്ങൾ കൂടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. സ്ത്രീ സൗഹൃദമുള്ളവരുണ്ട്, അവർ ബന്ധപ്പെടാറുണ്ട്. അത് വേറൊരു തലമാണ്. അത് സ്ത്രീ സൗഹൃദത്തിൻ്റെ ഭാഗമായി സ്നേഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും മറ്റൊരാളിൻ്റെ, മൂന്നാമതൊരാളിന് അവിടെ അഭിപ്രായമേ ഇല്ല. അത് അവർ 2 ഇൻ്റർപേഴ്സണൽ റിലേഷനിൽ അങ്ങ് പോകുന്നതാണ്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷഹനാസ് പറയുന്നതും വച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തോടു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊരു നയപരമായ തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തായാലും KPCC നല്ല തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനം CPM അടക്കമുള്ളവർ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് കൃത്യമായി ഇത്തരത്തിലെ കേസുകൾ വന്നാൽ, കോടതിയിൽ കേസായാൽ, ജാമ്യം കിട്ടാത്ത കാര്യങ്ങളൊക്കെ വന്നാൽ ആളിനെ പുറത്താക്കുക. അവർ ക്ലാരിറ്റി വന്നതിന് ശേഷം അകത്ത് വരട്ടെ. ആ രീതിയിലുള്ളൊരു നിലപാട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിനൊരു ബിഗ് സല്യൂട്ട്.